ഹായ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ദിനാശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോവേണ്ട കേട്ടോ. വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് പോണത്. ഞാനും ഏട്ടനും മോളും കൂടിയാണ് പോണേ. മോള് തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്ന, മങ്കി ക്യാപ്പ്. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല മഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ട് ഇറങ്ങി. 7 മണിക്കൊക്കെ ഇറങ്ങാമെന്ന് ചോദിച്ചത്, പക്ഷേ ഭയങ്കര മഞ്ഞ്. അപ്പോൾ ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി. ഇവിടുന്ന് ഒരു 1.25 മണിക്കൂറുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക്. അത് കണ്ടില്ലേ, ഇവിടെ മരത്തിൽ നിറച്ച് നക്ഷത്രങ്ങൾ അങ്ങോട്ട് തൂക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇവിടെ ഒരാൾ കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണടയും ബാഗൊക്കെ ഇട്ട് പോയത് നമ്മുടെ അമ്പലം എത്തിയിട്ടാണ്. നല്ല തിരക്കുണ്ട്. ഞാൻ വെച്ചിരുന്ന അധികം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചു, പക്ഷെ നല്ല തിരക്കുണ്ട്. നിറച്ച് വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ തൊപ്പിയൊക്കെ മാറ്റി ഞങ്ങൾ റായൊക്കെ വെച്ചിട്ടാണ്. അവൾക്കും ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ടായിരുന്നു, എനിക്കും വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാളെ ഞാനൊരു 3-4 വർഷമൊക്കെ മുമ്പ് പോയതാണ് ഞാൻ ഏട്ടനും കൂടിയിട്ട്. അപ്പം മോളെയും കൊണ്ട് പോയിട്ടുണ്ടായില്ല, അപ്പം മോളെയും കൊണ്ട് അങ്ങനെ വന്നതാണ്. പിന്നെ ഇത് അകത്തോട്ട് കയറി കേട്ടോ. പിന്നെ ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ, അകത്ത് മൊബൈലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങി. തിരക്കുണ്ടായിരുന്നെങ്കിൽ വലിയ ക്യൂ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അങ്ങ് സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റി. നല്ലോണം പ്രാർത്ഥിച്ചു. അങ്ങനെ തൊഴുത് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്. മോളങ്ങനെ നടക്കി. ഞങ്ങളുടെ വണ്ടിയുടെ അടുത്ത് തന്നെയാണ് ചെരുപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ലോറിയിൽ അവിടെ ആനേനെ കൊണ്ടുവന്നത് നോക്കിയിരിക്കുന്നു. അതാ മഞ്ഞ ഡ്രസ്സിട്ട് വന്ന ആ മഞ്ഞ വണ്ടിയിൽ വന്നതാണ് കേട്ടോ. നിറച്ച് മഞ്ഞ സാരി ഉടുത്തിട്ടുള്ള, ഇവിടെ ഉള്ളവരല്ല, തമിഴ്നാട് അങ്ങനെയുള്ളവരായിരുന്നു. സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു, കാരണം അവരുടെ കയ്യിൽ കുറേ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. ഞങ്ങളുടെ ടാറ്റ പറയാണ്. ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം വരണം. ഇത് കണ്ടില്ലേ, ഇത് ഞാനിവിടെ ആദ്യമായിട്ടാണ് പോണത്. മറ്റേ എന്താ പറയുക, സ്കൈ വാക്ക് എന്നും പറഞ്ഞിട്ട് അങ്ങനെ തോന്നണം. അപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഉള്ളിൽ AC ആയതുകൊണ്ട് നല്ല അത്ര നേരം ചൂടത്തായിരുന്നല്ലോ, വെയിലൊക്കെ കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി അവൾക്ക്. അങ്ങനെ അതൊക്കെ ചുറ്റി കണ്ടിട്ടോ. പിന്നെ ഭക്ഷണം അപ്പോഴേക്കും നല്ലോണം വിശന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കടകളൊന്നും ഉണ്ടായില്ല. പിന്നെ കുറേ ദൂരം വന്നപ്പോഴൊക്കെ ഒരു കട കണ്ടിട്ട് അവിടെ നിന്നിപ്പോൾ മസാല ദോശ കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ കുഴപ്പമുണ്ടായില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. വിശപ്പിൻ്റെയെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പോണ വഴിക്ക് അച്ഛനെ കണ്ടിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചിരിച്ചൊരു ഫേസായിരുന്നു, കണ്ടപ്പോൾ ഒരു പാവം തോന്നി. അപ്പോൾ ഞങ്ങളുടെ നാടെത്തിയിട്ടാ. കണ്ടില്ലേ, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.